ഹായ് കൂട്ടുകാരെ, പ്രേം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഈ ഒരു നാരങ്ങ കുപ്പിയിൽ ഒരു മാസം മുന്നേ ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് നമുക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇതേപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാനായിട്ട്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/4 സ്പൂണ് നമ്മൾ ഉലുവ പൊടിയും പിന്നെ ഒരു 3 സ്പൂണ് മുളക് പൊടിയും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം ഇതേപോലെ ഒന്ന് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. തീ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ടുള്ള പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നന്നായി സ്ലിം ആക്കി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇതേപോലെയാണ് ഞാനിത് ഇട്ട് വെച്ചിട്ടുള്ളത്. കുറേ മുന്നേ ആയിട്ട് നാരങ്ങ മുറിച്ചിട്ട് ഇതേപോലെ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഒന്നും ആവാതെ ഇത്ര കാലം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ പിന്നെ ഇതൊന്ന് അച്ചാറിടാമെന്ന് കരുതിയിട്ടാണ്. കയ്പ്പൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് കഴിക്കാനായിട്ട്. ഇതേപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഓവർ കയ്പ്പുള്ള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈന്തപ്പഴം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കായാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഞാൻ ഇതേപോലെ കഷ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളെ കയ്യിൽ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതൊരു സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ല കളറായിട്ട് കിട്ടും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണിത്. പിന്നെ ഇതിലേക്ക് നന്നായി വെന്ത് നമ്മൾ ഓഫാക്കാനുള്ള സമയമാകുമ്പോൾ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് ഇതേപോലെ ഒരു സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ അച്ചാറാണ്. ഇതേപോലെ നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.